ഹായ്. മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് മമ്മൂട്ടി. മമ്മൂട്ടിയുടെ സമയം എന്ന് പറയുന്നത് വളരെ നല്ലൊരു സമയമാണ്. അതായത് 2024 മമ്മൂട്ടിയുടേതായിട്ട് ഒരുപാട് വിജയചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു നടൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ഇറങ്ങുന്ന സിനിമകളെല്ലാം മികച്ച സിനിമകൾ. ആ ഒരു രീതിയിലാണ് മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ചൈത്രയാത്ര. ഇപ്പോൾ 2025 മമ്മൂട്ടിയുടേതായിട്ട് 3 സിനിമകളാണ് റിലീസ് ചെയ്തത്. ഒന്ന്, മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത, ഗൗതം വാസുദേവ് മേനോൻ ഡയറക്ട് ചെയ്ത ഡൊമിനിക്. ഈ സിനിമ ഒരു മികച്ച ചിത്രമായിരുന്നു. എല്ലായിടത്തു നിന്നും പോസിറ്റീവ് റെസ്പോൺസ് ആണ് നേടിയെടുക്കാൻ സാധിച്ചത്. പക്ഷേ സിനിമ സാമ്പത്തികമായി തിയേറ്ററുകളിൽ പരാജയമായി മാറി. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിന്റെ പരസ്യത്തിന്റെ കുറവ് തന്നെയാണ്. സിനിമയ്ക്ക് 19 കോടിയിൽ കൂടുതലാണ് മുടക്കുമുതലായി വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനും അതേ തുകയിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ, അതായത് ഈ 19 കോടി 20 കോടി കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഷെയർ ആയിട്ട് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് ഏകദേശം 7-7.5 കോടി രൂപയാണ്. ഇത്രയും മുടക്കുമുതലുള്ള സിനിമ തിയേറ്ററുകളിൽ പരാജയം തന്നെയായിരുന്നു. അതായത് ഒരു തിയേറ്റർ പരാജയം തന്നെയായിരുന്നു. ഒരുപക്ഷെ പല ബിസിനസ്സിലൂടെയും ഈ സിനിമയുടെ മുടക്കുമുതൽ അവർ തിരിച്ചു പിടിച്ചേക്കാം. പക്ഷേ തിയേറ്റർ ഫ്ലോപ്പ് തന്നെയായിരുന്നു ഡൊമിനിക്. അതുപോലെ തന്നെ റിലീസായി വന്ന ആവനാഴി ആ കാലഘട്ടത്തിലെ മികച്ച സിനിമയായിരുന്നു, മികച്ച വിജയചിത്രമായിരുന്നു. അത് പിന്നെയും 4Kയിൽ ഇപ്പോൾ റിലീസ് ചെയ്തു. കനത്ത പരാജയമായി മാറി എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ റിലീസുകളെല്ലാം തന്നെ കനത്ത പരാജയമായിരുന്നു. മുൻപിറങ്ങിയ പാലേരി മണിക്കുമായാലും വല്യേട്ടനായാലും ഇപ്പോൾ ആവനാഴി ആയാലും എല്ലാം കനത്ത പരാജയമായിരുന്നു. ആവനാഴിയും പാലേരി മാണിക്യവും 1000-ങ്ങളിൽ ഒതുങ്ങി എന്നുള്ളതാണ് കളക്ഷൻ. തമ്മിൽ ഭേദം എന്ന് പറയാവുന്നത് വല്യേട്ടൻ മാത്രമാണ്. ലക്ഷ്യത്തിലേക്ക് എത്തിയത് ആ സിനിമ മാത്രമാണ്. മികച്ച ക്വാളിറ്റിയൊക്കെ ആയിരുന്നു എങ്കിലും ആ സിനിമയും കനത്ത പരാജയം തന്നെയായിരുന്നു. ഇപ്പോൾ അതിനുശേഷം മമ്മൂട്ടിയുടേതായിട്ട് റിലീസ് ചെയ്യണമെന്ന് എല്ലാവരും ആഗ്രഹിച്ച ഒരു സിനിമയായിരുന്നു ഒരു വടക്കൻ വീരഗാഥ. ഒരു ഗംഭീരമായ സിനിമ, ഒരാൾക്കും എതിരഭിപ്രായമില്ലാത്ത ഒരു സിനിമ. MT ഹരിഹരൻ ടീമിൻ്റെ ഗംഭീരമായ ഒരു വർക്ക്. അതിൽ മമ്മൂട്ടിയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഗംഭീര പ്രകടനമാണ് മമ്മൂട്ടി ആ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ചതിയൻ ചന്തുവിൻ്റെ കഥ. മമ്മൂട്ടിയുടേതായിട്ട് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും വിജയിക്കുമെന്ന് ഉറപ്പിച്ച ഏക പടം എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ഒരു വടക്കൻ വീരഗാഥയായിരുന്നു. സിനിമ വലിയ പരസ്യങ്ങളുടെ അകമ്പടിയോടെ തിയേറ്ററുകളിലേക്ക് എത്തി. അതായത് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ ഇന്ന സിനിമ വരുന്നു എന്ന് എല്ലാ പ്രേക്ഷകരെയും അറിയിച്ചുകൊണ്ട് തിയേറ്ററുകളിലെത്തി. സിനിമ തിയേറ്ററുകളിൽ വിജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള മമ്മൂട്ടി സിനിമകളെ അപേക്ഷിച്ച് കളക്ഷനിൽ മുൻപിലാണ് ഈ വടക്കൻ വീരഗാഥ. പക്ഷേ സാമ്പത്തികമായിട്ട് സിനിമ വിജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിരാശയാണ് ഫലം. സാമ്പത്തികമായി സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സിനിമയുടെ ബഡ്ജറ്റ് തന്നെയാണ്. ഈ സിനിമ ഇപ്പോൾ ഈ 4Kയിൽ ഇറക്കാൻ ഏകദേശം 1 കോടിയോളം രൂപ ചിലവാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഏകദേശം 3 കോടിയോളം കളക്ഷൻ നേടിയെടുക്കണം. അല്ലെങ്കിൽ 2.5 കോടിക്ക് മുകളിൽ എന്തായാലും സിനിമ കളക്ഷൻ നേടിയെടുത്താൽ മാത്രമേ സിനിമ തിയേറ്ററുകളിൽ വിജയമായി മാറുകയുള്ളൂ. ഈ സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കാണുമ്പോൾ മനസ്സിലാവുന്നത് മാക്സിമം പോയാൽ 1 കോടിയിൽ കൂടുതൽ ഈ സിനിമ നേടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഏകദേശം 50 ലക്ഷത്തോളം നേടിയെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് ഈ സിനിമ 68 ലക്ഷമാണ് നേടിയെടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം വടക്കൻ വീരഗാഥയുടെ ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വലിയ നേട്ടങ്ങളൊന്നും ഈ സിനിമ ഉണ്ടാക്കാൻ സാധ്യതയില്ല. കൂടിപ്പോയാൽ ഒരു 10-25 ലക്ഷം കൂടി ആഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതിനപ്പുറം ഈ സിനിമ കളക്ഷനിൽ മുന്നോട്ട് പോവില്ല എന്ന് തന്നെയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അറിവ്. അപ്പോൾ വടക്കൻ വീരഗാഥയും ഒരു പരാജയമായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ മമ്മൂട്ടിയുടേതായിട്ട് റിലീസുകൾ എല്ലാം തന്നെ തകർന്നു വീഴുന്ന ഒരു കാഴ്ച. അതായത് ഇതെല്ലാം മികച്ച ചിത്രങ്ങളാണ്, പക്ഷേ തിയേറ്ററുകളിൽ ആളെ കയറ്റാൻ ഈ സിനിമകൾക്ക് സാധിക്കുന്നില്ല. പുതിയ സിനിമ ഡൊമിനിക്കിനും ഇത് സാധിച്ചില്ല. ഇനി ആകെ പ്രതീക്ഷ ബസൂക്കയാണ്. തീർച്ചയായും ബസൂക്ക വിജയം നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടി സിനിമകൾ മികച്ചതാവുന്നു, കളക്ഷനിലൂടെ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. മമ്മൂട്ടിക്ക് ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേൾക്കേണ്ടി വരുന്നതും ഈ ഒരു വിഷയത്തിലൂടെയാണ്. പ്രേക്ഷകർക്ക് മമ്മൂട്ടിയുടെ സിനിമകൾ കാണാൻ വലിയ താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2025 3 സിനിമകളാണ് റിലീസായത്. 2 റിലീസുകളും ഒരു പുതിയ സിനിമയും 3 ചിത്രങ്ങളും തിയേറ്ററുകളിൽ തരിപ്പണമായി എന്നാണ് നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.